ഹായ് ഫ്രണ്ട്സ്, സാലൂസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ മുളക് കൃഷിയെ കുറിച്ചിട്ടാണ്. നമ്മുടെ മുളക് ചെടിയിൽ നല്ല രീതിയിൽ പൂക്കളും കായ്കളും ഉണ്ടാവാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ വെച്ച് നല്ല അടിപൊളി വളങ്ങൾ നമുക്ക് ചെടികൾക്ക് കൊടുക്കാനായിട്ട് പറ്റും. നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ വളരെ അത്യാവശ്യമായ ഒരു സാധനമാണ് പച്ചമുളക്. എന്നും നമുക്ക് പച്ചമുളക് വേണം. അത് എങ്ങനെയാണ് അടുക്കളത്തോട്ടത്തിൽ നട്ടുപിടിപ്പിക്കുന്നത് എന്നൊക്കെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. വിത്ത് മുതൽ വിളവെടുപ്പ് വരെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് നല്ല രീതിയിൽ വിളവെടുക്കാനായിട്ട് സാധിക്കും. ഞാനിവിടെ ടെറസിൽ ഗ്രോ ബാഗിലും ചെടിച്ചട്ടിയിലും ഒക്കെ ആയിട്ടാണ് കൃഷി ചെയ്യുന്നത്. ഇനി ഗ്രോ ബാഗില്ലെങ്കിൽ സിമെൻറ്റിൻ്റെ ചാക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഗ്രോ ബാഗ് ഇല്ല എന്ന് വെച്ച് ആരും കൃഷി ചെയ്യാതിരിക്കേണ്ട. അതുപോലെ തന്നെ ഇതുപോലുള്ള ചട്ടികളൊക്കെ നമുക്ക് കൃഷിഭവനിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ നമുക്ക് തൈകൾ ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ നമ്മുടെ ചെടിയിൽ നിന്ന് തന്നെ നല്ല പാകമായ മുളക് എടുക്കുക. എന്നിട്ട് ഇതുപോലെ മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും ഒക്കെ ഇട്ട് വെച്ച പുട്ടി മിക്സിലോട്ട് ഈ വിത്തിട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ചകിരിച്ചോറോ അല്ലെങ്കിൽ അതിൽ നിന്നുള്ള കുറച്ച് മണ്ണോ അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്ത് കൈ വെച്ച് ഇതുപോലെ വെള്ളം തളിച്ച് കൊടുത്ത് ഒരു സൈഡ് ഭാഗത്തോട്ട് അതിനെ മാറ്റി വെക്കുക. അങ്ങനെ ഞാൻ പാകിയെടുത്ത തൈകളാണ് ഇതൊക്കെ. ഇതിൽ കുറച്ച് മുളകിൻ്റെ വിത്തുകളും പാകിയിരുന്നു, കുറച്ച് വഴുതനയുടെ വിത്തുകളും പാകിയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു മുളകിൻ്റെ വിത്ത് പാകിയത് തന്നെയാണ്. ഇതൊക്കെ എല്ലാ വിത്തുകളും മുളച്ചിട്ടുണ്ട്. അപ്പോൾ അതാ നല്ല രീതിയിൽ തന്നെ ഇതൊക്കെ മുളച്ച് വരും. എന്നിട്ടൊരു 4-5 ഇല പരുവമാകുമ്പോൾ നമുക്കിത് ഒരു ഗ്രോ ബാഗിലോട്ടോ ചട്ടിയിലോട്ടോ മാറ്റി നടാം. അപ്പം ഞാനിവിടെ കുറച്ച് മുളകിൻ്റെ തൈകൾ നടാനായിട്ട് വെച്ചതുണ്ട് കേട്ടോ. അതൊരു കാന്താരി മുളകിൻ്റെ തൈയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഗ്രോ ബാഗിൽ നടുന്നത് എന്ന് നോക്കാം. ഈ വിത്ത് വാങ്ങിക്കാൻ കിട്ടാത്തവരാണെങ്കിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ പൊടിപ്പിക്കാനായിട്ട് വാങ്ങുന്ന വറ്റൽമുളക് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു മുളകിൻ്റെ അരിയെടുത്ത് പാകി കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അതാ ഗ്രോ ബാഗിൽ ഞാൻ കൂടുതലും ഭാഗത്തോളം ഉണങ്ങിയ കരിയില നിറച്ച് വെച്ചിട്ടുണ്ട്. ഇത് വാഴയില ഉണങ്ങിയതാണ് കേട്ടോ. ഏതും എടുക്കാൻ നമുക്ക്. അപ്പോൾ ഞാനൊരു ഭാഗത്തോളം ഇതുപോലെ കരിയില നിറച്ചിട്ടുണ്ട്. പിന്നെ പൊട്ടി മിക്സായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കരിയില കമ്പോസ്റ്റ് തന്നെയാണ്. ഇതിൽ ചാരമുണ്ട്, അതുപോലെ തന്നെ കരിയില കമ്പോസ്റ്റ് ഉണ്ട്. വേറൊരു വളവും ഞാൻ ഇതിലിട്ട് കൊടുത്തിട്ടില്ല. ഒരു പിടി കുമ്മായം ചേർത്ത് മിക്സ് ചെയ്തിരുന്നു. അങ്ങനെ നനച്ചിട്ട് 4 ദിവസം ആയതാണ് കേട്ടോ അത്. ഈ കരിയില കമ്പോസ്റ്റൊക്കെ ആകുമ്പോൾ എന്താ ഒരു ഗുണം എന്ന് വെച്ചാൽ മണ്ണൊന്നും കട്ട പിടിക്കില്ല. മണ്ണ് കുറച്ചുണ്ട് ഇതിൽ, തീരെ ഇല്ല എന്നല്ല. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെടികൾക്ക് വേരോടാനൊക്കെ ഒത്തിരി നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ കരിയിലൊക്കെ ഇങ്ങനെ കമ്പോസ്റ്റാക്കി ഇതുപോലെ ചെടികളൊക്കെ നടുമ്പോൾ ഗ്രോ ബാഗ് നിറക്കാറാണ് ചെയ്യാറ്. നല്ല വളക്കൂറുള്ളൊരു മണ്ണാവുകയും ചെയ്യും. വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് എന്താ ഉള്ളത് എന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഇങ്ങനെ ഗ്രോ ബാഗ് നിറച്ചാലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒട്ടും തന്നെ വെയിറ്റ് ഉണ്ടാവില്ല. നമുക്കിത് എവിടേക്കും എടുത്തു വെക്കാനും ഒക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് കണ്ടോ, ഈ മണ്ണ് തന്നെ നല്ല ഇളക്കമുള്ള മണ്ണാണ് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ നടുവിലൊരു കുഴിയെടുത്ത് ഈ മുളക് തൈ ഇതിലോട്ട് നട്ട് കൊടുക്കാം. നല്ല പോലെ മുളക് ചെടി അവിടെ ഉറപ്പിച്ച് നിർത്തി നമുക്ക് വെള്ളം തളിച്ച് കൊടുക്കാം. വേരൊക്കെ ഒന്ന് പിടിച്ച് വരുന്നത് വരെ ഇത് തണലുള്ളൊരു ഭാഗത്ത് വെക്കുന്നതാണ് നല്ലത്. നല്ല ചൂടാണല്ലോ, അപ്പോൾ നമ്മൾ നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോവും. അതുപോലെ തന്നെ നമ്മുടെ ചെടിയൊക്കെ വളർന്നു വരുന്ന സമയത്ത് നമ്മുടെ വീട്ടിലുള്ള ഇതുപോലെ പച്ചക്കറി വേസ്റ്റ് ഉണ്ടല്ലോ, അതായത് പഴത്തിൻ്റെ തൊലി, മുട്ടയുടെ തോട്, സവാളയുടെ തൊലി, ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെയാണ് ഞാൻ കൂടുതലും മുളക് ചെടികൾക്ക് കൊടുക്കാറ്. അപ്പോൾ ഇത് നമുക്ക് കഞ്ഞിവെള്ളത്തിലിട്ട് പുളിപ്പിച്ച് 4 ദിവസം കഴിഞ്ഞതിന് ശേഷം ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് അങ്ങനെയും കൊടുക്കാം. ഇത് നേരിട്ട് ചെടികൾക്കും കൊടുക്കാം, അല്ലെങ്കിൽ ഇത് കമ്പോസ്റ്റാക്കി അങ്ങനെയും കൊടുക്കാം. അപ്പോൾ അതൊക്കെ ചെയ്യുന്ന വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഞാൻ ഇതിന്ന് നേരിട്ട് ചെടികൾക്ക് എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ആ ചെടികൾക്ക് കൊടുക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ചുറ്റുഭാഗത്തു നിന്നും മണ്ണൊക്കെ ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. വേരൊന്നും പൊട്ടിപ്പോവരുത്. നല്ല ഇളക്കമുള്ള മണ്ണായതുകൊണ്ട് തന്നെ ഇത് ഇളക്കി കൊടുക്കാനൊക്കെ വളരെ എളുപ്പമാണ്.
പിന്നെ ഇതുപോലെ നമ്മൾ നേരിട്ട് പച്ചക്കറി വേസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ തണ്ടിനോട് ചേർന്നിട്ട് കൊടുക്കരുത്. കുറച്ച് ദൂരെയായി ഇതുപോലെ ചുറ്റുഭാഗമായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. നമ്മൾ വീട്ടിലുള്ള ഇതുപോലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് മുളക് ചെടിയിൽ ധാരാളം മുളക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പം ഞാനിവിടെ കുറച്ച് ചാണകപ്പൊടിയുണ്ട്, അതും കൂടെ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, നിർബന്ധമില്ല കേട്ടോ. എന്നിട്ട് വളമിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലോട്ട് ആ വേസ്റ്റ് മൂടുന്ന രീതിയിലുള്ള മണ്ണും കൂടെ ഇട്ട് കൊടുക്കണം. മണ്ണിടാതെ പോരരുത്, അപ്പോൾ ഉറുമ്പ് വന്ന് ചെടിയൊക്കെ നശിച്ചു പോകും. അപ്പോൾ ആ വേസ്റ്റൊക്കെ മൂടുന്ന രീതിയിലുള്ള മണ്ണിട്ട് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ നനച്ച് കൊടുക്കണം. ഇങ്ങനെയാണ് ഞാനിവിടെ മുളക് ചെടികൾക്ക് പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കാറ്. പഴത്തിൻ്റെ തൊലിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക. സവാളയുടെ തൊലിയിലും മുട്ടത്തോടിലും പഴത്തൊലി എന്നിവയിലൊക്കെ കൂടുതൽ പൊട്ടാസ്യവും കാൽസ്യവുമാണ് അടങ്ങിയിരിക്കുന്നത്. മുളക് ചെടികൾക്ക് മികച്ചൊരു വളമാണ്. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ വെറുതെ പാഴാക്കി കളയുന്ന ഈ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, അതും നമുക്ക് ആഴ്ചയിൽ 2 ദിവസം ഒഴിച്ചു കൊടുക്കാം. ആ കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ തന്നെ ഒരു പിടി ചാരം ചേർത്ത് അതിലോട്ട് ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് മുളക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാവുന്നതാണ്. പിന്നെ നമ്മുടെ ചെടികളൊക്കെ പൂവിട്ട് തുടങ്ങുന്നൊരു സമയത്ത് ഫിഷ് അമിനോ സ്പ്രേ ചെയ്ത് കൊടുക്കാം. പൂക്കളൊന്നും കൊഴിഞ്ഞു പോകാതെ എല്ലാ പൂക്കളും കായായി കിട്ടുന്നതാണ്. മുളക് ചെടിയുടെ ഒരുപാട് വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു, കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. എല്ലാതരം പച്ചക്കറി ചെടികൾക്കും പൂച്ചെടികൾക്കും ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച ജൈവ സ്ലറി ഒഴിച്ച് കൊടുക്കാറുണ്ട്. അതിൻ്റെ വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ അതാ നമുക്ക് ഇതിൽ നിന്നൊക്കെ നല്ല മൂത്ത് പഴുത്ത ഈ മുളകൊക്കെ നമ്മൾ പറിക്കുകയാണ് കേട്ടോ. ഒരുപാട് പേർ ഇതിൻ്റെ വിത്ത് തരുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിൽ നിന്ന് വിത്തെടുത്ത് പാകി നോക്കി. അപ്പോൾ എല്ലാ വിത്തും മുളക്കുന്നുണ്ട്. അപ്പോൾ അതാ അത്യാവശ്യമുള്ളവർക്കൊക്കെ അത് കൊടുക്കാനായിട്ടാണ് കേട്ടോ. അത് നല്ല പോലെ ഉണക്കിയെടുത്ത് വെച്ചാൽ ആവശ്യമുള്ളവർക്ക് കൊടുക്കാമല്ലോ. ഒരുപാട് വിളവാണ് കേട്ടോ ഞാൻ ഇതിൽ നിന്ന് എടുത്തത്. ഈ മുളക് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ പൊന്തി നിന്ന് കായ്ക്കുന്ന ഒരു മുളകാണ് കേട്ടോ. വെള്ള മുളകാണിത്. ഇതൊക്കെ ഞാൻ വിത്തിന് വെച്ചതായിരുന്നു. ഒരുപാട് വിളവ് എടുത്തിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ വിളവ് എടുക്കണം, എന്നാലേ ഇതിൽ വേഗം പൂക്കളും കായ്കളൊക്കെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഞാൻ ഇതിൻ്റെ വിത്ത് ആവശ്യം ഉണ്ടായപ്പോൾ അങ്ങനെ വെച്ചതാണ് കേട്ടോ. അതൊക്കെ അങ്ങനെ ഓരോ 10 ദിവസം കൂടുമ്പോൾ എന്തെങ്കിലുമൊക്കെ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല കരുത്തോടെ നല്ല ആരോഗ്യത്തോടെ നമ്മുടെ ചെടി വളർന്ന് അതിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യണം. പലതരത്തിലുള്ളതായ മുളക് ചെടികളൊക്കെ ഞാൻ നട്ട് പിടിപ്പിച്ചിരുന്നു, അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് അതിൽ നിന്നൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ വീണ്ടും കാണാം.